ഇങ്ങനെ വെക്കുകയാണെന്ന് വെച്ചാലേ നമുക്ക് പരിസ്ഥിതി മലിനീകരണം ഇല്ല. ഞാനിപ്പോൾ പോണ വഴിക്കൊക്കെ കുപ്പി കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറക്കിയെടുത്തിട്ട് കൊണ്ടുപോരും. ഇതേമാതിരി വെക്കാൻ വേണ്ടിയിട്ട് ഇതേമാതിരി കുറച്ചധികം വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ എല്ലാവരും അതേമാതിരി ചെയ്യണേ. ഇങ്ങനത്തെ നമുക്ക് വേസ്റ്റ് വരുന്ന വാട്ടർ ബോട്ടിലുണ്ടല്ലോ, ഇതിൽ നമുക്ക് ഇങ്ങനത്തെയൊക്കെ നടാവുന്നേ ഉള്ളൂ. നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുത്ത തൈമെന്ന് വീണ്ടും വന്നേക്കുന്നതാണ് കേട്ടോ. നമുക്ക് ഒരു ചീരയിൽ നിന്ന് കിട്ടിയ ഇലയാണ് കേട്ടോ അത്. ഞാൻ കാവ്യാണ്. ഞാനിന്ന് ചെടിയൊക്കെ കാണിച്ചു തരുമ്പോൾ ആ കൂട്ടത്തിൽ കടയ്ക്കൽ നമ്മുടെ ചീര, പറമ്പിലുണ്ടാകുന്ന ചീര കാണിച്ചു തരാറില്ലേ. അപ്പോൾ അത് നമുക്കിപ്പോൾ തോരനുള്ള പാകമായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അല്ലാതെ അപ്പോൾ അതൊന്ന് പറിച്ചെടുത്ത് നമ്മൾ തോരൻ വയ്ക്കാൻ പോവാണ്. നമ്മുടെ ഈ പറമ്പിലുണ്ടാകുന്ന ചീര എന്ന് പറയണത് നമുക്ക് ഒത്തിരി ബെനിഫിറ്റ്സ് ഉള്ള കാര്യമാണ്. അതായത് നമ്മൾ മൂലക്കുരുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവരൊക്കെ ഇത് നല്ല രീതിയിൽ തോരൻ വെച്ച് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മോഷനൊക്കെ നല്ല ലൂസായിട്ട് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് പോകും. എൻ്റെ അമ്മ ഒരു പാരമ്പര്യ വൈദ്യമാണ്. അപ്പോൾ അമ്മ ഇങ്ങനെ പേഷ്യൻസിനൊക്കെ സജസ്റ്റ് ചെയ്യാറുണ്ട്. അതായത് നമ്മളെ വീട്ടിൽ പറമ്പിലും ഇവിടെയൊക്കെ വളർന്ന് നിൽക്കുന്ന ചീര നല്ല രീതിയിൽ തോരൻ വെച്ച് കഴിച്ചോളാം. അപ്പോൾ ഇത് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് അരി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അരി വെറുതെ നമ്മളിങ്ങനെ പറമ്പിൽ വെതറിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്ടം പോലെയോ അങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ പറമ്പിലായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മൾ പറമ്പിൽ നിന്ന് മണ്ണ് കിളച്ച് നമ്മൾ ഗ്രോ ബാഗൊക്കെ നിറയ്ക്കുമ്പോൾ ആ കൂട്ടത്തിൽ വന്നിട്ടാണ് നമ്മുടെ ചെടികളുടെ ഒപ്പം ചീരയും കൂടി വളർന്ന് നിൽക്കുന്നത്. അപ്പോൾ അത് പറിച്ചിട്ട് നമുക്ക് തോരൻ വയ്ക്കാം. നമ്മളിതിൻ്റെ പ്രധാന തണ്ട് കട്ട് ചെയ്തെടുക്കില്ല കേട്ടോ. ഇപ്പോൾ കണ്ട ഈ അരിയൊക്കെ കണ്ട, ഈ അരി ഒക്കെ നമ്മൾ തോരന് വേണ്ടിയിട്ട് ഇത് അരിഞ്ഞെടുക്കുമ്പോൾ അരി കൊണ്ടുവന്ന് നമ്മൾ പറമ്പിൽ വീണ്ടും വെതറിയിടും. തണ്ട് നമ്മൾ കട്ട് ചെയ്ത് ഇവിടെ തന്നെ നിർത്തും. ഇപ്പം നോക്കിയേ കണ്ട, അരി കാണാം, കണ്ട നിറച്ച അരിയാണ്, നല്ല മൂത്ത അരിയാണ്. ഇത് വെതറിയിട്ടാൽ ഇത്ര അധികം ചീര നമുക്ക് ഉണ്ടാവും കേട്ടോ. നമുക്ക് ഒരു ചീരയിൽ നിന്ന് കിട്ടിയ ഇലയാണ് കേട്ടോ അത്. നോക്കിയേ നിറച്ച് വിത്തായിട്ട് ഒരു സുന്ദരി നിൽക്കുന്നുണ്ട്. അത് ആളെ കട്ട് ചെയ്യാണ്. ഇതൊക്കെ ഈ വിത്തൊക്കെ നമുക്ക് പാവേണ്ടതാണ് കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട തണ്ട് ഇവിടെ തന്നെ നിർത്തും. നമ്മൾ ഈ ഇല വരുന്ന ഈ ഭാഗം മാത്രമാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അതെല്ലാവരും ശ്രദ്ധിക്കണേ. അത് കഴിയുമ്പോൾ ഒരിക്കലും ഇത് പറിച്ച് കളയരുത്. തണ്ടിനെ അവിടെ തന്നെ നിർത്തണം. അത് വന്ന് ഇങ്ങനെ ഇതേമാതിരി ചെറിയ ചെറിയ മുകുളങ്ങൾ വന്ന് നമുക്ക് പിന്നെയും ഇല കിട്ടും കേട്ടോ. ഇത് നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുത്തേമെന്ന് വീണ്ടും വന്നതാണ് കേട്ടോ. ഇത് നമ്മുടെ ഈ കൊട്ട നിറച്ച് നമ്മുടെ പറമ്പിൽ നിന്ന് മാത്രം കിട്ടിയ ചീരയാണ് കേട്ടോ. നോക്കിയേ, ഇത് നമ്മൾ മുൻപ് കട്ട് ചെയ്ത നിർത്തിയതാണ്. ഇത് മന്ത് കണ്ട മുകുളം വന്നേക്കണണ്ട. നമ്മൾ നേരത്തെ വലിയ ചീര കാണിച്ചിരുന്നില്ല, അതേമാതിരി ഇത് വലുതാവേ. അപ്പോൾ ഇതേമാതിരി തന്നെ കട്ട് ചെയ്ത് നിർത്തണേ. കണ്ട ഇങ്ങനത്തെ നമുക്ക് വേസ്റ്റ് വരുന്ന വാട്ടർ ബോട്ടിലുണ്ടല്ലോ, ഇതിൽ നമുക്ക് ഇങ്ങനത്തെയൊക്കെ നടാവുന്നേ ഉള്ളൂ. എന്നുവെച്ചാൽ ഒരു കട ചീരയ്ക്ക് നമുക്ക് ഇത്രയും മണ്ണും വളവും ചാണകപ്പൊടിയൊക്കെ വേണ്ടിയുള്ളൂ. ഇതിൽ നല്ല രീതിയിൽ ഗ്രോത്ത് ആയിട്ട് വരും. അപ്പോൾ ഇങ്ങനത്തെ ഒരു 10-20 കുപ്പിയിൽ ചെയ്യുന്ന വെച്ചാൽ നമുക്ക് നല്ലൊരു അടുക്കള തോട്ടം ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെ വെക്കുകയാണെന്ന് വെച്ചാലേ നമുക്ക് പരിസ്ഥിതി മലിനീകരണം ഇല്ല. ഞാനിപ്പോൾ പോണ വഴിക്കൊക്കെ കുപ്പി കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറക്കിയെടുത്തിട്ട് കൊണ്ടുപോരും. ഇതേമാതിരി വെക്കാൻ വേണ്ടിയിട്ട് ഇതേമാതിരി കുറച്ചധികം വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ എല്ലാവരും അതേമാതിരി ചെയ്യണേ. അപ്പോൾ നോക്കിയേ, നമുക്ക് കൊട്ട നിറച്ച് നല്ല അളവിൽ ചീരത്തോരൻ എന്നുള്ള ഇല കിട്ടിയിട്ടുണ്ട്. ആരും ദയവ് ചേർത്ത് ഇത് പറിച്ച് കളയരുത്. കാരണം വെച്ചാൽ ഞാൻ പലപ്പോഴും പലയിടത്തും കണ്ടിട്ടുണ്ട്, പലരും ഇങ്ങനെ ചെത്തി വെടുപ്പാക്കുന്ന കൂട്ടത്തിൽ ഇത് ചെത്തി കളയും. എന്നാൽ ഇങ്ങനെ പിഴുതെടുത്തിട്ട് നമ്മളിപ്പോൾ സാമ്പാർ വയ്ക്കുകയോ വേറെ എന്ത് വെച്ചാലും നമ്മൾ വേപ്പല ഇടുന്ന പോലെ ഒരു തണ്ടേ ഉള്ളൂ വെച്ചാൽ നമുക്കത് കട്ട് ചെയ്തിട്ടിട്ട് നമുക്ക് കറി വെച്ച് കഴിക്കാവുന്നതേ ഉള്ളൂ. ഇതായിട്ട് തന്നെ വെക്കണമെന്നില്ല. ഇപ്പോൾ നമ്മുടെ മുറ്റത്ത് 1-2 തൈ നിൽക്കണമെന്ന് വെച്ചാൽ അത് പറിച്ചെടുത്തിട്ട് നമ്മൾ വേപ്പല ഇടുന്ന പോലെ എന്ത് കറിയിലിട്ടിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും കഴിക്കുക, ആരോഗ്യം സംരക്ഷിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.